എന്താ കാണുന്ന മുന്നു? അപ്പുറത്തേതാ പെണ്ണേതാ? വിഷ്ണുമാമ ഏത് പെണ്ണിന്റെ കൂടെയാ? അയ്യോ കുഞ്ഞിക്കുട്ടിയാണെന്ന്. എന്താ കുഞ്ഞിക്കുട്ടീന്റെ പേരെന്താ? വാളു ചേച്ചിയാ? അപ്പൊ കൊഴപ്പല്ല അല്ലേ? വേറെ പെണ്ണിന്റെ കൂടെ ഒന്നും കറങ്ങരുത് പറയും. ഡാൻസ് ഉണ്ടല്ലോ അപ്പൊ മാളവികയുടെ ഡാൻസ് ഉണ്ടോ? രാവിലെ തുടങ്ങിയതാ ഡാൻസും ഫോട്ടോയും. ഇങ്ങനെ ചീസ് എന്ന് പറയാ ചിരിക്കാൻ വേണ്ടി. നന്ദേന്റെ ഫോട്ടോ ഉള്ളതില് കണ്ടോ? ഇതൊക്കെ നന്ദേന്. നന്ദേന്റെ ഫോട്ടോ തന്നെ ഉള്ളതില്. ഇപ്പൊ നന്ദേന്റെ ഫോട്ടോ അല്ല ഞാൻ ഫുള്ള് കാണും. നന്ദേന്റെ ഫോട്ടോ. നന്ദ ഇത്രയും നേരം ഞാൻ ആരെ ഫോട്ടോ കാണിച്ചു തന്നത്? നന്ദേന്റെ ഫോട്ടോ അല്ലേ? എത്ര ഫോട്ടോ കണ്ടു? ഈ അങ്ങനെ എല്ലാം അങ്ങനെ മാളൂന്റെ കൂടെ ഫോട്ടോ ഇട്ട എന്റെ കുട്ടിക്ക് സങ്കടാവൂലേ? ചേച്ചിനെ വിളിച്ചു ഞാൻ വിളിച്ചു തരാം. ഡയറക്റ്റ് പറയോ? മാമന്റെ കൂടെ തോറ്റിട്ടുണ്ടാ? നിന്റെ മാമയുടെ കൂടെ തോറ്റിട്ടുണ്ടാ? ചായ കുടിച്ചോ? കുടിച്ചോ? എന്തായിരുന്നു ചായക്ക്? അപ്പം ഉണ്ടായിരുന്നോ? എന്തപ്പമായിരുന്നു? പറഞ്ഞോ. ഇനി അനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഫോണ് കട്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പറയാനുള്ളതൊക്കെ ഡയറക്റ്റ് പറഞ്ഞോ. പറഞ്ഞു. വിഷ്ണുമാമൻ എപ്പോഴെപ്പോഴും വിളിക്കരുത്. അപ്പൊ നന്ദയ്ക്ക് വിളിക്കാൻ ആരും ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞോളൂ വിളിക്കൂല. നന്ദനെ വിളിച്ചിട്ട് എന്താ കാര്യം? നന്ദ ഫുൾ ടൈം ആവില്ല അപ്പല്ലേ? ആ ആണ്. തന്റെ ഫോണ് വാങ്ങിച്ചു ജിഷ്ണു. അത് ബാലൻസ് ചെയ്യണ കയ്യിലാണ്. കേട്ടാ പോവാണ് പറയാ. ശരിയെന്ന് പറയാം. കട്ടാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞ ചേച്ചി വിളിക്കൂലട്ടെ. ചേച്ചി നെട്ടാണ് പോവും. ചേച്ചി ഇതാ വിളിക്കണേ. ആ അല്ല ആയിക്കോട്ടെ. അത് പറഞ്ഞു. അതെന്നെ പറഞ്ഞു. എൻ്റെ അടുത്തുണ്ട്. പറഞ്ഞോ. അങ്ങനെയല്ല ചേച്ചി പറഞ്ഞത്. ചേച്ചി വീട്ടിലെത്തിയിട്ടേ ചേച്ചി സ്കൂളിലാണ്. സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലെത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യാം. പഠിക്കുന്നില്ല. പഠിപ്പിക്കാൻ പോയതാ. ഇത് പഠിക്കാൻ പോയതാണോ? ഈ സ്കൂളിൽ പഠിക്കണ കുട്ടീനെയാണോ കെട്ടിയത് ചോദിച്ചു നോക്ക്. പഠിപ്പിക്കാൻ പോയതാണേ. ചേച്ചി ടീച്ചറാണേ. ടീച്ചർമാരെ ഞങ്ങക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ എന്താ? ആയുവിന്റെ ഉമ്മി ടീച്ചർ ആയതുകൊണ്ട് ടീച്ചർമാരെ നല്ല ഇഷ്ടമാണ് ഞങ്ങക്ക്. ഓക്കെ പറയാം. വീട്ടിലെത്തിയിട്ട് വിളിക്കണം പറയാം. അങ്ങനത്തെ ഉപകാരമൊന്നും ചെയ്യരുത്. കളിക്കാനും സ്ഥലമുണ്ട്. അക്കുവിന്റെ സ്കൂളിൽ പോയാൽ മതി. കളിക്കണം തന്നെ. അക്കുവിന്റെ സ്കൂളിൽ പോയാൽ മതി.
വലിയ ടി വി ഒക്കെ ഉണ്ട്. ഇവിടെ ടിവിയിലാണ് കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുക. പോണോ എന്ത് എന്നോട് പഠിപ്പിക്കാനുള്ളത്. ഓൾ അക്കുവിന്റെ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. അക്കുവിന്റെ സ്കൂളിൽ പഠിപ്പിക്കൂല, കളിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ പഠിപ്പിക്കൽ കുറവാണ്. ഫുള്ള് കളികളാ. സോറി സിസ്റ്റർ ആണോ? ഫുള്ള് ഗെയിമാണ് അത്ര. പോയാലോ? അയ്യോ ഞങ്ങൾ അക്കുവിന്റെ സ്കൂളിൽ മാത്രമേ പോകുള്ളൂ. അത് ഞാനൊരു വിധത്തിൽ തീരുമാനമാക്കി വെച്ചാൽ ഇനി അവിടെയും കൂടി പോകില്ലാന്ന് പറയല്ലേ. അല്ലെങ്കിലേ പഠിക്കാൻ പറയുമ്പോ എനിക്ക് ഇഷ്ടമല്ല പഠിക്കാനെന്നാ പറയണേ. അക്കുവിന്റെ സ്കൂളിൽ ഫുൾ കളിയാണെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനമാക്കിയതാ, ഇനി അത് വിടണ്ട. പക്ഷെ അവൾക്ക് ടീച്ചർമാരെ ഇഷ്ടമാണ്. എന്താ അറിയോ, ആയുവിന്റെ ഉമ്മി ടീച്ചറാണേ. അതുകൊണ്ട് ഉമ്മീനെ പോലത്തെ ടീച്ചറെ ഇഷ്ടമാണ് അല്ലേ? ഉമ്മീനെ പോലത്തെ ടീച്ചർമാരെ ഇഷ്ടല്ലേ? ഈ ടീച്ചർ ഡേഞ്ചറാണ്. ഈ ടീച്ചർ തല്ലും. ഈ പറയട്ടെ, ഞാൻ കുട്ടികൾക്കൊക്കെ പാവാണ്. വല്ല പറയത് ചേച്ചി തല്ലുന്നേ. കുട്ടികളൊക്കെ തല്ലും, പഠിക്കാത്ത കുട്ടികളൊക്കെ തല്ലും. ആ ഉമ്മീന്റെ അടുത്ത് പറയും. ഉമ്മീൻ ടീച്ചറാണ് ആയുവിന്റെ ഉമ്മി. തല്ല് കിട്ടും, എല്ലാം തല്ലും. ആ ചേച്ചിന്റെ കൂടെ വരൂലെന്ന് വെറുതെ പറയാണ് ജിഷ്ണു മാമ കേട്ടോ. ചേച്ചി തല്ലൊന്നുമില്ല കേട്ടോ. ചേച്ചി ഉമ്മീന്റെ പോലത്തെ നല്ല ടീച്ചറാണ് കേട്ടോ. കുട്ടികളെ തല്ലാത്ത ടീച്ചറാണ് കേട്ടോ. ഇന്ന് നടക്കുവോ? ആ ഇതും ട്രയലാണേ. ശരിക്കുള്ള സൂത്രം വരാൻ കിടക്കുന്നുള്ളേ. പക്ഷെ ഇതും ട്രയലാണ് അല്ലേ? ശരി ട്രയലാണ്. ഇതൊന്നും അല്ല കേട്ടോ, ശരിക്കും ഒരു സൂത്രം ഉണ്ട്. ഒന്ന് കാണട്ടെ. ഇതേ രാവിലെ കിടക്കണേ ഈ പന്തമ്മയോ? ഇത് പൊന്തും പൊന്തും പറഞ്ഞിട്ട് ആ പന്ത് പരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കുന്നല്ലേ. നല്ല ഞാൻ ഉണ്ടല്ലോ. ആ കാണട്ടെ സൂത്രം. ആ ഇതാണ് സൂത്രം അല്ലേ? 10 വട്ടം ട്രയൽ നോക്കിയില്ലേ സൂത്രത്തിന്? ഈ സൂത്രമൊക്കെ ആരാ പഠിപ്പിച്ച പോലു? അക്കുവാണ് അതൊക്കെ പഠിപ്പിച്ചേ. ഭയങ്കര സൂത്രങ്ങളാണല്ലോ. എന്താ ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നത്? എന്താ ആർക്കും ചെയ്യാൻ പറ്റൂല ഇതൊന്നും. ഇതൊക്കെ എവിടുന്നാ പഠിപ്പിച്ചേ? കേറി കേറി വരുന്നുണ്ട്. പൊന്നു ഇതൊക്കെ എങ്ങനെ പഠിച്ചതാ? അങ്ങനത്തെ ബോളാണത്. കാണട്ടെ സൂത്രം. ആ അതല്ല ഇന്നലെ എന്തെങ്കിലും നിന്നോട് തെറ്റിയത്? ഒന്നും തട്ടൂല. നീ വെച്ചോ, അടുത്തന്നെ നിക്ക്. നോക്കട്ടെ മേത്ത് തട്ടുവോന്ന്. എന്റെ ദൈവമേ കണ്ടടാ. ആ ഈ വന്നപ്പോ മുന്നേ വന്ന പോലെ അല്ലല്ലോ, വലുതായിട്ടില്ലേ? പണ്ട് കുഞ്ഞിക്കുട്ടിയായിരുന്നു, ഇപ്പൊ വലിയ കുട്ടിയായിട്ട്. ഈ ജിഷ്ണുമാവനോട് ഇന്നലെ എന്തൊക്കെയാ വെള്ളത്തിലിരുന്ന് പറഞ്ഞത്, അതൊന്ന് പറഞ്ഞു കൊടുത്താ. നിന്റെ വീടാണ്, ഞാൻ പറയണ പോലെ ഞാൻ ഇരിക്കൂ, വെള്ളത്തിന് ഞാൻ കേറൂല. പോതാന്ന് വിളിച്ചോള്. പോതാ വിളിച്ചോ ജിഷ്ണുവിനെ? കേട്ടലാവട്ടെന്നെന്താ? ദൈവം നമ്മളെ വീട്ടിലുണ്ടാവുമെന്നോ? ആ ഉണ്ടാവും. എല്ലാരും വീട്ടിലും ഉണ്ടാവും ദൈവം. എന്ത് തരൂ? സ്വപ്നോ? ആ ദൈവമാണ് നമ്മളെ സ്വപ്നം കാണിക്കുന്നെ. എന്തിനാന്ന് ചോദിച്ചാ വെറുതെ. എന്ത് സ്വപ്നം കണ്ട? പറയും, ഇങ്ങോട്ട് നോക്കട്ടെ, കേക്കട്ടെ. ആയു എന്ത് വാങ്ങിക്കുന്നേ? കുഞ്ഞി തോക്കോ? തോർത്തോ? ഒട്ടിക്കുന്ന സാധനം. ആയു അങ്ങനെ വാങ്ങിക്കുന്ന സ്വപ്നം കണ്ടു. അതിനിപ്പോ എന്താ വേണ്ടേ? സ്വപ്നം കണ്ടു നന്ദ, ആയു വാങ്ങിച്ചത്. ഓക്കെ. ആ ദൈവമല്ലേ എന്നെ സ്വപ്നം കാണിച്ചത്? ആ ദൈവത്തിനോട് പറഞ്ഞാൽ മതി, ദൈവം വാങ്ങിച്ചു തരും. ഓക്കെ. എന്താ പറയാ ദൈവത്തിനോട്? ആ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നല്ലേ? ആയുനും കൊടുക്കൂല?
ആയുവിനോട് മാത്രം എടുക്കണ്ട പറയൂല്ലേ? ദൈവത്തിനായ ആയു കൊത്തില്ല. ദൈവത്തിന് അറിയാം ആയു തന്നിട്ടില്ല മുന്നേന്നല്ലേ? ആ അപ്പോൾ കുഴപ്പമില്ല. ദൈവം കൊത്തി കൂടി കണ്ടോ? ആ ദൈവം ക്യാമറയിൽ കൂടെ കാണും, എല്ലാം കാണും ദൈവം. നിങ്ങൾ കൊടുക്കാത്തതും തല്ലുകൂടണം ഒക്കെ ദൈവം കാണുന്നുണ്ടാവും ക്യാമറയിൽ കൂടെ. പിന്നല്ല, ദൈവത്തിന് കയ്യിൽ ക്യാമറ ഉണ്ട്, എല്ലാതും കാണാൻ പറ്റും. ആ ദൈവം കേൾക്കും, പക്ഷെ ദൈവം തിരിച്ച് മറുപടി ഒന്നും പറയില്ല, പക്ഷെ ദൈവം എല്ലാം കേൾക്കുന്നുണ്ടാവും. പുറത്തു പോവുമെന്നോ? ദൈവം എല്ലായിടത്തും ഉണ്ട്, പുറത്തും പോവും അകത്തും ഒക്കെ പോവും, എല്ലായിടത്തും പോവും. ആ ജിഷ്ണു മാമനും ഒക്കെ കാണാൻ പറ്റും, ദൈവത്തിന് എല്ലാരും കാണാൻ പറ്റും. വാതിലടച്ചാലും കാണാൻ പറ്റും ദൈവത്തിന്. എന്തുണ്ടോന്ന്? എന്ത് ക്യാമറയോ? ആ നമ്മളെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ക്യാമറ ഉണ്ട്, ദൈവത്തിന് എല്ലാവരുടെ വീട്ടിലും കാണാൻ പറ്റും. കുട്ടികൾ വികൃതി ആയിട്ടുണ്ടോ, ബാഡ് വേർഡ്സ് വിളിക്കുന്നുണ്ടോ? ആയുടെ വീട്ടിലുണ്ട്. ആ പിന്നെ കുട്ടികൾ ഇങ്ങനെ എടാ പോടാ വിളിക്കുന്നുണ്ടോ, ഈ ഇടയ്ക്കിടയ്ക്ക് പോതാ പോതാ പറയണില്ലേ, അതൊക്കെ ദൈവം കാണുന്നുണ്ടാവും. അങ്ങനെ പോതാ പോതാ വിളിക്കണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം കളിപ്പാട്ടൊന്നും വാങ്ങിച്ചു തരൂല, അതാണ് പ്രശ്നം. കിട്ടുന്ന തന്തലി വെച്ച് കത്തിക്കുന്ന തന്നിട്ടില്ല, വേറെ മെഴുക് തിരിയില്ലേ? ആ വാങ്ങിക്കാട്ടോ, വേറെ ചന്ദനത്തിരി വാങ്ങിക്കാട്ടോ. ആ ഓക്കെ, കയ്യിൽ ഇങ്ങനെ ഉറ്റിക്കാൻ പറ്റുന്ന മെഴുകുതിരി അല്ലേ, ചന്ദനത്തിരി അല്ലേ? ആ ഓക്കെ, മെഴുകുതിരിക്കാണോ പറയണത്? അപ്പൊ ഇത് പറ, ദൈവം കാണുന്നോണ്ട് ഇനി നല്ല കുട്ടിയാവൂലേ? ഇനി പോതാ വിളിക്കുവോ? ഉറപ്പാണോ? ഒരു സാധനം പിന്നെ ദൈവം നമുക്ക് വാങ്ങിച്ചു തരൂല കേട്ടോ. ഓക്കെ കേട്ടോ? ഇന്നലെ ജിഷ്ണു മാമനെ എന്താ വിളിച്ചത്? ഇന്നലെ ജിഷ്ണു മാമനെ വിളിച്ചത് എന്താ? ദൈവം കേൾക്കൂലേ? അത് ദൈവം കേട്ടിണ്ടാവില്ലേ? ദൈവം കേട്ടില്ല, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടല്ലോ. സുവച്ചേനെ ഇന്ന് ചീത്ത കേട്ടില്ലേ? എന്നിട്ട് ആ ദൈവം പറഞ്ഞതാണ് സുവച്ചേനോട് ചീത്ത പറയാന്. ഇന്നലെ ജിഷ്ണു മാമനെ അവള് പോതാ വിളിച്ചില്ലേ? അവള് ചോദിക്കുക ദൈവത്തിന് ക്യാമറ ഉണ്ടോന്ന് നമ്മളെയൊക്കെ കാണാന്, റൂം വാതിലടച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കാണാൻ പറ്റുമോന്ന്. അപ്പൊ ഇനി മുതൽ നല്ല കുട്ടിയാവൂലേ? പോതാ വിളിക്കൂലല്ലോ? ഉറപ്പാണോ? ഉറപ്പാണോ? സത്യം പറ അമ്മേനോട്. സത്യടാ, ഇനി വിളിക്കൂല കേട്ടടാ, ഇനി വിളിക്കൂല കേട്ടോ ജിഷ്ണു. ക്യാമറ ഓഫ് ചെയ്തിട്ടും ഇനി വിളിക്കുവോ? വിളിക്കുവോ? എന്റെ കുട്ടി നല്ല കുട്ടിയാണ് ജിഷ്ണു, അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ കുട്ടി വിളിക്കില്ല, എന്റെ കുട്ടി ദൈവത്തിന്റെ കുട്ടിയാണ് അല്ലേ? പിന്നല്ല, ദൈവത്തിനെ മാത്രം പേടിയുണ്ട്. അല്ല, ദൈവം കളിപ്പാട്ടം തരുന്നറിയാ. സമയം 12:47 കേട്ടോ. 12:47 ഈ രണ്ട് സാധനങ്ങൾ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്.